പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഒരു പ്രഭാതം കൂടെ കർത്താവ് ദാനമായിട്ട് നൽകിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലവും സർവകൃപാലുവായ ദൈവം എല്ലാ തൻ്റെ ആത്മീയ അനുഗ്രഹങ്ങളാലും ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളാലും ദൈവം നമ്മളെല്ലാവരെയും നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനം, ദൈവികമായ ആശ്വാസം, ദൈവിക സൗഖ്യം എല്ലാം കർത്താവ് നൽകി തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരം പൗലോസ് പറഞ്ഞു, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ആമേൻ, നമ്മളെല്ലാവരും ഒരു യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് പിശാചിനോട് യുദ്ധമുണ്ട്, നമ്മുടെ ജഡത്തോട്, ജഡസ്വഭാവത്തോട് നമുക്ക് യുദ്ധമുണ്ട്. അതുപോലെ തന്നെ ഈ ലോകത്തിൽ പിശാച് മുഖാന്തരം വരുന്ന മനുഷ്യനാണെങ്കിലും ശരി, അപ്രകാരമുള്ള സാഹചര്യങ്ങളോട് നമുക്കൊരു യുദ്ധമുണ്ട്. എന്നാൽ ഈ യുദ്ധത്തിൽ ദൈവവചനം പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ എന്തല്ല, ജഡീകങ്ങളല്ല. അപ്പോസ്തലൻ പൗലോസിൻ്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, കൊരിന്ത്യ സഭയിൽ നിന്നൊക്കെ പല പ്രതികൂലങ്ങൾ തനിക്ക് കടന്നു വന്നു, പ്രശ്നങ്ങളൊക്കെ കടന്നു വന്നു. അതിൻ്റെ 11-ാം അധ്യായം 26-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, എത്രയോ അസാധാരണമായ സംഗതികളാണ് പൗലോസിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത്. എന്നാൽ ഹല്ലേലൂയ, ഞാൻ നല്ല പോരാട്ടത്തെ പോരാടി, ഞാനൊരു ഓട്ടത്തെ തികച്ചു, വിശ്വാസത്തെ കാത്തു നിൽക്കുക. പൗലോസ് വളരെ കോൺഫിഡൻസ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, തൻ്റെ ആത്മീയ ജീവിതത്തിൽ തനിക്ക് താൻ പോരാടിയ പോരാട്ടം ഒരിക്കലും അത് ജഡീകമല്ലായിരുന്നു, ജഡീകമായ ആയുധങ്ങൾ കൊണ്ടുള്ള പോരാട്ടമല്ലായിരുന്നു. തികച്ചും ഒരാത്മീയനായി ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാനമായ വർഗം കൊണ്ടുള്ള ഒരു പോരാട്ടം ആണ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് മനുഷ്യൻ ജഡം കൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സഭയിലാണെങ്കിലും ശരി, സഭയ്ക്ക് പുറത്താണെങ്കിലും ശരി, എല്ലാം ഒരു ജഡമയമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതല്ല. ഇവിടെ പൗലോസ് പറയുന്ന ഒരു 10-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ആ വാക്യം ഞാനത് വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവയാൽ ആ ആയുധങ്ങളാൽ, ദൈവസന്നിധി ശക്തിയുള്ള ആയുധങ്ങളാൽ ഞങ്ങളുടെ സങ്കല്പങ്ങളെയും, നോക്കിക്കേ, നമ്മുടെ സങ്കല്പങ്ങളെയും, ഇത് വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ തകർക്കുവാൻ പ്രാപ്തിയുള്ളൊരു വലിയ ആയുധമാണ് സങ്കല്പങ്ങൾ. ഹല്ലേലൂയ. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകൾ പരിജ്ഞാനത്തിന് വിരോധമായി. അതിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. ഒരു ദൈവദാസൻ, നിങ്ങൾക്കെല്ലാം ഒരുപക്ഷെ അറിയാമായിരിക്കും, വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഞാൻ എന്നുള്ള ഒരു പദപ്രയോഗം, അത് ഞാൻ ഭാഗം അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടപ്പോൾ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, ആ ഞാൻ എന്നുള്ള ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ദൈവികമല്ല, അത് പൈശാചികമാണ്. അത് ഹല്ലേലൂയ നമ്മുടെ ആത്മീയ ജീവിതത്തെയും നമ്മുടെ ശുശ്രൂഷകളെ എല്ലാം തകർക്കുവാൻ പ്രാപ്തിയുള്ള ഒരു ശക്തിയുള്ള പിശാചിൻ്റെ ആയുധമാണ് ഞാൻ എന്ന് പറയുന്ന ഭാവമെന്ന് പറയുന്നത്. നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഈ ഞാനെന്ന ഭാവമാണ് ഹല്ലേലൂയ വെട്ടേറ്റ് അവൻ നിലത്ത് വീഴുവാനുള്ള കാരണവും. അതുകൊണ്ട് പൗലോസോട് പറയുകയാണ്, അങ്ങനെ അപ്രകാരമുള്ള ദൈവത്തിന് പരിജ്ഞാനത്തിന് വിരോധമായി അപ്രകാരം പൊങ്ങുന്ന ഹല്ലേലൂയ ദൈവത്തിന് വിരോധമായി, ദൈവവചനത്തിന് വിരോധമായി പൊങ്ങുന്ന, പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളയുവാൻ ശക്തിയുള്ളതാണ് ഞങ്ങളുടെ കയ്യിലുള്ള ജഡീകമല്ലാത്ത ആയുധം. അതുമാത്രമല്ല, ഏതു വിചാരത്തെയും
ഞങ്ങളുടെ മനസ്സിൽ വരുന്ന ഏത് വിചാരത്തെയും ഏത് കാര്യങ്ങളെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുവാൻ ശക്തിയുള്ള ഒരായുധമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. നോക്കിക്കേ, അവിടെ ഉദാഹരണം പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള അനുസരണം. ആ യേശുവിൻ്റെ അനുസരണം, ഹല്ലേലൂയ, ആമേൻ, അതിനോട് കിടപിടിക്കത്തക്കവണ്ണം, അപ്രകാരം ആയിത്തീരത്തക്കവണ്ണം, അപ്രകാരം ജീവിക്കത്തക്കവണ്ണം ശക്തിയുള്ള ആയുധമാണ് ദൈവം തമ്പുരാൻ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് എന്ന് നമ്മൾ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള പൈശാചികമായിട്ടുള്ള ജഡീകമായിട്ടുള്ള ലോകപരമായിട്ടുള്ള പോരാട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എപ്രകാരമുള്ളതാണ്, നമ്മൾ പ്രയോഗിക്കുന്ന വെപ്പൺ എപ്രകാരമുള്ളതാണ് എന്ന് ഹല്ലേലൂയ നമ്മളൊന്ന് ചിന്തിക്കുന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുന്നുണ്ട്. എന്താണ് ഈ ആയുധം? തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം എന്താണ്? ഈ അസാധാരണമായ സംഗതികളൊക്കെ, ഈ പ്രശ്നങ്ങളൊക്കെ, ഈ പ്രതികൂലങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, ഹല്ലേലൂയ, ദൈവസഭയിൽ നിന്ന്, താൻ സമ്പാദിച്ച ദൈവസഭയിൽ നിന്ന് തന്നെ തനിക്കെതിരെ പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോൾ, ഹല്ലേലൂയ, തന്നെ അതിൻ്റെ മധ്യത്തിൽ നിലനിർത്തിയത്, ഹല്ലേലൂയ, അവിടെ ഹല്ലേലൂയ തൻ്റെ വിശ്വാസം നഷ്ടപ്പെടാതെ, തൻ്റെ ശുശ്രൂഷ നഷ്ടപ്പെടാതെ, ദൈവം തന്ന വെളിച്ചം നഷ്ടപ്പെടാതെ തന്നെ നിലനിർത്തിയത്, ഹല്ലേലൂയ, ആമേൻ, ഒരിക്കലും തൻ്റെ ജഡത്തിൻ്റെ ആയുധങ്ങളല്ലായിരുന്നു. തനിക്ക് പറയുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. തനിക്ക് അസാധാരണമായ ബുദ്ധിശക്തിയുള്ള, പാണ്ഡിത്യമുള്ള, കഴിവുള്ള വ്യക്തിയായിരുന്നു. പലതും തനിക്ക് ചെയ്യുവാൻ കഴിയുമായിരുന്നു. എന്നാൽ പൗലോസ് അങ്ങനൊന്നും ചെയ്യാതെ, ഹല്ലേലൂയ, തികച്ചും ദൈവം കൊടുത്ത ആയുധം വെച്ചിട്ടാണ്, ആയുധങ്ങൾ കൊണ്ടാണ് താൻ ഈ പോരാട്ടത്തിൽ മുന്നേറി ചെന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായിരുന്നു ആയുധം? നമുക്കറിയാം. ഹല്ലേലൂയ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം കാണുന്നുണ്ട്. എന്താണ്? പ്രാർത്ഥന. തൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത ആയുധമാണ് എന്ത്? പ്രാർത്ഥന. നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവീൻ, നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. ഹല്ലേലൂയ. നമുക്ക് കഴിയുമോ? പ്രാർത്ഥന എന്ന ആയുധം നമ്മുടെ കയ്യിലുണ്ടോ? ജീവിതത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ, പൈശാചികമായ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അതിനെ ജയിക്കുവാൻ തക്കവണ്ണം ശക്തിയേറിയ പ്രാർത്ഥന എന്ന ആയുധം നമ്മുടെ കയ്യിലുണ്ടോ? സ്തോത്രം. അടുത്ത ദൈവവചനം പറയുന്നു. ദൈവവചനം ധ്യാനിക്കാറുണ്ടോ? അത് പഠിക്കാറുണ്ടോ? അത് ഹല്ലേലൂയ, അത് നമ്മുടെ ഹൃദയത്തിലുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആ ദൈവവചനം എന്ന ആയുധം. അതുപോലെ വിശ്വാസം ഉണ്ടോ? ചെറിയൊരു പ്രശ്നം വരുമ്പോൾ, ചെറിയൊരു പ്രശ്നം വന്നാൽ മതി, വളരെ ക്ഷീണിതരായി മാറുകയാണ്. എന്താ കർത്താവേ, ഇല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് വേണ്ട, എന്തിനാ ഞാൻ വന്നത്, എന്തിനാ ഞാൻ ഇറങ്ങി തിരിച്ചത്, എന്തിനാ ഞാൻ ശുശ്രൂഷയ്ക്ക് വന്നത്? ഹല്ലേലൂയ. അപ്രകാരം ചിന്തിക്കുന്ന അളവിൽ നിങ്ങളുടെ ആയുധങ്ങൾ ദുർബലമാണോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയത്തില്ല. ഇവിടെ വചനം പറയുന്നു, വിശ്വാസം ഉണ്ടോ? ദാസന്റെ വീട്ടിൽ വന്നപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വാസം ഉണ്ടോ? ശക്തമേറിയ വിശ്വാസമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ഹല്ലേലൂയ. സത്യം, നീതി, ഒരുക്കം, രക്ഷ. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ആ ആയുധങ്ങളാണ് പ്രാർത്ഥന എന്ന ആയുധം, ദൈവവചനം എന്ന ആയുധം, വിശ്വാസം എന്ന ആയുധം, ഒരുക്കം എന്ന ആയുധം, സത്യം, നീതി, രക്ഷ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവേ, ഈ ആയുധങ്ങളാൽ ഹല്ലേലൂയ എന്നെ നിറയ്ക്കണമേ. ഈ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് എൻ്റെ ഹല്ലേലൂയ ഈ ആത്മീയ ജീവിതത്തിൽ, ഈ പോരാട്ടത്തിൽ മുന്നോട്ട് പോകുവാൻ ഈ കൃപ നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിപ്പാൻ അവൻ മതിയായവനാണ്. ദൈവം നമ്മളെ സഹായിപ്പാൻ മതിയായവനാണ്.
ഹല്ലേലൂയ. ഇനി ബലഹീനമായ ആയുധമാണോ? ആയുധത്തിന് മൂർച്ചയില്ലേ? ഈ ദിവസങ്ങളിൽ മൂർച്ച കൂട്ടുക. പ്രാർത്ഥനയ്ക്ക് മൂർച്ചയില്ലേ? വിശ്വാസത്തിന് മൂർച്ചയില്ലേ? ആമേൻ. ആ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുക. സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.